ഹായ് സുഹൃത്തുക്കളെ, അടുത്ത പ്രഡിക്ഷൻ വീഡിയോ നമ്പർ 2 കോപ്പ അമേരിക്ക സെമി നടക്കുന്നത് അർജൻറ്റീനയും കാനഡയും തമ്മിലാണ്. അടുത്തത് വന്ന് കൊളംബിയയും ഉറുഗ്വേയും തമ്മിലാണ്. സോ ഞാൻ ഇതിൽ ഉറുഗ്വേ കപ്പടിക്കുന്നതാണ് വിശ്വസിക്കുന്നത്. കാരണം ഐ ബിലീവ് ബിയൽസ അവരുടെ കോച്ച്, പിന്നെ ഉറുഗ്വേക്കാരുടെ ഒരു സ്റ്റണ്ണിങ് ആയിട്ടുള്ള അവരുടെ ഒരു ബോഡി ഫിസിക്ക് ഉണ്ട്. ആ ഫിസിക്ക് പറഞ്ഞാൽ അവർ അപ്പ് ആൻഡ് ഡൗൺ ഓടിക്കളിക്കും ഉറുഗ്വേക്കാർ. ഒരുപാട് സൂപ്പർ താരങ്ങൾ അടങ്ങിയ ഒരു ടീമിനെക്കാട്ടിലും ഞാൻ ബിലീവ് ചെയ്യുന്നത് ഒരു ഒത്തൊരുമയുള്ളൊരു ടീമും മികച്ച കോച്ചും ഉണ്ടെങ്കിൽ അവർക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഐ ബിലീവ് ബിയൽസ ആൻഡ് ഉറുഗ്വേ ടീം. ദെൻ ഫെഡെ വാൽവർദെ എന്ന് പറയുന്ന ഒരു ജീനിയസ് ഉണ്ട് അവിടെ. സോ ഐ ബിലീവ് ഉറുഗ്വേ ആൻഡ് ബിയൽസ. ഐ ബിലീവ് ബിക്കോസ് ബിയൽസ എന്താ പറയുക, നമ്മുടെ പെപ് ഗാഡിയോളോ പോലും ഒരു 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 ഗുരുവായിട്ട് കാണുന്ന വ്യക്തിയാണ് ബിയൽസ. ബിയൽസയുടെ ടാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റാക്കിങ്. സോ അതിനനുസരിച്ച് ഫിസിക്കുള്ള പ്ലെയേഴ്സ് വേണം പുള്ളിക്കാരന്. ഉറുഗ്വേ പ്ലെയേഴ്സ് ഈസ് ദ ബെസ്റ്റ്. അവരുടെ ഇപ്പം നമുക്ക് ഉദാഹരണം പറയാനാണെങ്കിൽ നമ്മുടെ അഡ്രിയാൻ ലൂണ തന്നെ നമ്മൾ പറയാറില്ലേ, എങ്ങനെ ഈ മനുഷ്യൻ ഇങ്ങനെ 90 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓർമ്മ. അവരുടെ ഫിസിക്ക് അത് എക്സ്ട്രാ ഓർഡിനറിയാണ് ഉറുഗ്വേക്കാരുടെ. സോ ഉറുഗ്വേ ഫൈനലിൽ കപ്പടിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇപ്പോൾ അവരുടെ എതിരാളി കാനഡയാണ്, അർജൻറ്റീനയുടെ എതിരാളി. സോ അർജൻറ്റീന ഈസി ആയിട്ട് കാനഡയെ ബീറ്റ് ചെയ്ത് ഫൈനലിൽ എത്തും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കൊളംബിയ ഉറുഗ്വേ സെമി എന്ന് പറയുന്ന ഒരു തീപ്പാറും സെമി ആയിരിക്കും, സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ഷൂട്ടൗട്ടിൽ ഉറുഗ്വേ കൊളംബിയനെ മറികടന്ന് ഫൈനലിൽ എത്തുന്നതാണ്. കാരണം കൊളംബിയക്കാർ നല്ല ഫിസിക്കുള്ള പ്ലെയേഴ്സാണ്. സോ നല്ലൊരു തീപാറുന്ന മത്സരമായിരിക്കും, അതൊരു വൺ സൈഡഡ് മാച്ച് ആവില്ല. സോ എന്നിട്ട് ഉറുഗ്വേ ഈ പറയുന്ന പോലെ ഒരു 1-0 അർജൻറ്റീനയെ ഫൈനലിൽ ബീറ്റ് ചെയ്യുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഷൂട്ടൗട്ട് വരയ്ക്ക് പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, ബട്ട് എക്സ്ട്രാ ടൈം കാണാനുള്ള സാധ്യതയുണ്ട്. ലെറ്റ് സി. ഇതൊരു പ്രഡിക്ഷനാണ്, ആരും എന്നെ എയറിൽ കയറ്റരുത്. എൻ്റെ മനസ്സിൽ ഞാൻ ഈ ടീമുകളെ വിശകലനം ചെയ്തപ്പോൾ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ എനിക്ക് തോന്നുന്നത്, കാരണം ഞാൻ അങ്ങനെ ഒരുപാട് വിദ്യാഭ്യാസമുള്ള ആളല്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല, ബട്ട് ഞാൻ ഈ കളികളൊക്കെ നന്നായിട്ട് വാച്ച് ചെയ്യും. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു സാധാരണക്കാരൻ്റെ റിവ്യൂ അത്രയും മാത്രമേ ഇതിനെ കരുതാൻ പാടുള്ളൂ. എന്നെ എയറിൽ കയറ്റരുത്. താങ്ക് യു.